വലൈക്കും വറഹ്മത്തുള്ള. വളരെ സങ്കടകരമായൊരു കാര്യം പറയാനുണ്ട് കേട്ടോ. എല്ലാവരും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, നിസ്സാരമല്ല. പെട്ടെന്നുള്ള എടുത്തുചാട്ടം കൊണ്ടുണ്ടാകുന്ന അപകടങ്ങൾ. ഇന്നൊരു സുഹൃത്ത് എന്നെ വിളിച്ചിട്ട് കുടുംബം തന്നെ ആകെ തകർന്നിട്ടുണ്ട്. പെട്ടെന്നുള്ള നമ്മുടെ മനസ്സിൽ തോന്നിയതൊക്കെ വിളിച്ചങ്ങ് പറഞ്ഞു. അവസാനം എന്തായി? കുടുംബം, ഭാര്യ, മക്കള് എല്ലാം വഴിപഴച്ചു, എല്ലാം തെറ്റിപ്പോയി. ഇപ്പം അദ്ദേഹം ഗൾഫിൽ ഒരു പ്രവാസി വളരെ വേദനയോടുകൂടി ജീവിക്കുകയാണ്. ഭാര്യ മിണ്ടുന്നില്ല, കുടുംബങ്ങൾ മിണ്ടുന്നില്ല, ആരും എടുക്കുന്നില്ല. കാരണം ഇദ്ദേഹം പറഞ്ഞ വാക്കുകൾ അത്രയും വലുതായിരുന്നു. പൊറുക്കാനും മറക്കാനും കഴിയാത്ത ചില വാക്കുകൾ പെട്ടെന്ന് എടുത്തു ചാടി പറയുമ്പോൾ ഉണ്ടാകുന്ന അപകടങ്ങൾ വലുതാണ്. വളരെ അപകടകരമായൊരവസ്ഥയാണത്. സൂക്ഷിക്കേണ്ടതാണ്. നമുക്കൊക്കെ പലപ്പോഴും നമുക്ക് എന്തെങ്കിലും പ്രശ്നം വരുമ്പോൾ അങ്ങോട്ട് പറയും. പറഞ്ഞതെന്താണെന്ന് ഓർമ്മയില്ലാതെ അപ്പം തോന്നിയതൊക്കെ അങ്ങോട്ട് പറയും. പിന്നീട് നമ്മൾ വല്ലാതെ ഖേദിക്കും. പിന്നെ ഖേദിച്ചിട്ട് കാര്യമില്ല. അത് വിട്ടുവീഴ്ച ചെയ്യാൻ കഴിയാത്ത ആളുകളാണെങ്കിൽ, പോട്ടെ സാരമില്ല എന്ന് വിചാരിക്കാൻ കഴിയാത്ത ആളുകളാണെങ്കിൽ അതോടെ കുടുംബം തകർന്നു, മാനസികമായി നമ്മൾ വല്ലാതെ തകർന്നു. മാനസിക രോഗം വരെ വരും. എല്ലാവരും അങ്ങ് പറഞ്ഞത് വിട്ടുപോയി. ഇനി അത് തിരിച്ചെടുക്കാൻ കഴിയില്ല. പറഞ്ഞു പോയി. കത്തി കൊണ്ട് കുത്തിയാൽ, ഞാൻ പറയാറില്ലേ, കത്തി കൊണ്ട് കുത്തിയാൽ ഹോസ്പിറ്റലിൽ പോയാൽ ഓപ്പറേഷൻ ചെയ്ത് സ്റ്റിച്ച് ഇട്ടിട്ട് അത് മാറ്റിയെടുക്കാൻ പറ്റും. പക്ഷെ നാവ് കൊണ്ടൊരു വെട്ടിയാൽ മാറ്റാൻ പറ്റൂല. ജറാഹത്തു സിഹാമില അൽത്തിഹാമു വലാ യൽതാമു മാ ജറഹൽ ലിസാനു. അമ്പിനാൽ കുത്തിയ മുറിവ് പക്ഷേ ഉണങ്ങിയേക്കാം. പക്ഷെ നാവിനാൽ വെട്ടിയൊരു വെട്ടുണ്ടല്ലോ, ആ വെട്ട് ഒരിക്കലും മാറൂല. സൂക്ഷിക്കണേ, വളരെ സൂക്ഷിക്കണം. എന്തെങ്കിലുമൊക്കെ അങ്ങോട്ട് പറയുക, എന്ത് പറഞ്ഞാലും വേണ്ടില്ല അണ്ട് പറയന്നെ. അവസാനം പിന്നീട് ഖേദിക്കുന്ന ഗതികേട് വരരുത്. കുടുംബം തകരും. നമ്മളല്ലാണ്ടായിത്തീരും. സംസാരിക്കുമ്പോൾ സൂക്ഷിക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞല്ലോ, എന്തെങ്കിലും നീ പറയാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ ഫൽയക്കുൽ ഖൈറ, ഖൈറായത് പറ. ആർക്കും വിഷമമില്ലാത്തത് പറ, നല്ലത് പറഞ്ഞു കൊടുക്ക്. ഔലിയസ്മുത്ത്, അല്ലെങ്കിലോ നീ മിണ്ടാണ്ടിരുന്നോ. അത് വലിയ സ്വർണത്തേക്കാൾ വിലമതിച്ചാണ് മിണ്ടാണ്ടിരിക്കുക എന്നുള്ളത്. ചില സമയത്ത് മിണ്ടാണ്ടിരിക്കുക എന്ന് പറഞ്ഞാൽ അത് വലിയ പവറുള്ളതാണ്. അതുകൊണ്ട് സംസാരിക്കുകയാണെങ്കിൽ സൂക്ഷിച്ച് സംസാരിക്കണം, അല്ലെങ്കിലും അപകടമായി തീരും. മിണ്ടാണ്ടിരുന്നോ, കുഴപ്പമില്ല. അതുകൊണ്ട് മിണ്ടാണ്ടിരുന്നു എന്നല്ലേ പറയുള്ളൂ, അതിന് പ്രതികരിച്ചില്ല എന്നല്ലേ പറയുള്ളൂ. അത് കുഴപ്പമില്ല. പക്ഷെ പറഞ്ഞു പോയാലോ അത് വലിയ വിഷമായി മാറും. കുടുംബം തകർന്നിട്ട് ഒരു പ്രവാസി വേദനയോട് കൂടെ എന്നോട് പറഞ്ഞ വാക്കുകൾ കേട്ടപ്പോൾ വല്ലാത്ത വിഷമം തോന്നി. അദ്ദേഹം അത് നീറി ജീവിക്കുകയാണ്. കുടുംബം, ഭാര്യ, മക്കള്, കുടുംബം എല്ലാം തെറ്റി, എല്ലാം വഴിപഴച്ച് വല്ലാത്തൊരവസ്ഥയിലാണ് ഉള്ളത്. അപ്പം അതുകൊണ്ട് തന്നെ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, സൂക്ഷിക്കുക. സംസാരിക്കുമ്പോൾ വളരെ ശ്രദ്ധയോടുകൂടെ സംസാരിക്കുക. പെട്ടെന്നുള്ള എടുത്തുചാട്ടവും പെട്ടെന്നുള്ള ദേഷ്യവും നിയന്ത്രിക്കാൻ വേണ്ടി നമ്മുടെ മനസ്സിനെ പാകപ്പെടുത്തണം. അല്ലെങ്കിൽ നമുക്ക് വലിയ വിഷമം ഉണ്ടായിത്തീരും, പിന്നീട് ഖേദിക്കേണ്ടി വരും. അതുകൊണ്ട് അല്ലാഹു തആല നമുക്ക് തന്ന നാവ് എന്തിനും വേണ്ടി ചെലവഴിക്കാനുള്ളതല്ല, എന്തും പറയാനുള്ളതല്ല. നമ്മുടെ കീഴിലുള്ള ആളുകളാണെന്ന് കരുതിയിട്ട് ഭാര്യയാണ്, മക്കളാണ്, എന്തും പറയാം. ആ അവസ്ഥ നമ്മൾ മാറ്റിയെടുക്കണം. എനിക്ക് എൻ്റെതായ പക്വത ഞാൻ നിലനിർത്തണം. അവരും ഒരു മനുഷ്യരാണ്. ആ മനുഷ്യരാണെന്നുള്ള ആ ഒരു മാനുഷിക അവസ്ഥ, അവകാശം നമ്മൾ അവർക്ക് വകവെച്ച് കൊടുക്കണം. പെട്ടെന്ന് വേദനിപ്പിക്കുന്ന വാക്കുകൾ ആരോടും പറയരുത്. അതുകൊണ്ട് സൂക്ഷിച്ചുകൊണ്ട് സംസാരിക്കുക. അൽ ഗളബു മിനശ് ശൈത്താൻ, ദേഷ്യം ശൈത്താൻ്റെ ഭാഗത്തിൽ നിന്നുള്ളതാണ്. അത് പിശാചുണ്ടാക്കി തീർക്കുന്നതാണ്. അതുകൊണ്ട് പിശാചിനെ തൊട്ട് ഷെറിനെ തേടി
എന്തെങ്കിലും പറയുമ്പോൾ പെട്ടെന്ന് പ്രതികരിക്കാതെ പക്വതയോടുകൂടെ ആലോചിച്ച് തീരുമാനിച്ച് നല്ല സംയമനത്തോടുകൂടെ കാര്യങ്ങൾ മനസ്സിലാക്കിയ ശേഷം പ്രതികരിക്കാൻ ശ്രമിക്കുക. അള്ളാഹു തൗഫീക്ക് നൽകട്ടെ.